അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ അവസാനത്തെ പത്തിലെ വെള്ളിയാഴ്ച ദിനമാണിന്ന്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും സവിശേഷമേറിയ മഹത്തായ ദിവസം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും സവിശേഷമേറിയത്, പവിത്രമേറിയത് അത് വെള്ളിയാഴ്ച ദിനമാണെന്ന്. സയ്യിദുൽ അയ്യാം എന്ന പേരിൽ അറിയപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ റമളാനിൻ്റെ വെള്ളിയാഴ്ചയാകുമ്പോൾ, വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പത്തിലെ വെള്ളിയാഴ്ച ദിനമാകുമ്പോൾ, ഇനിയൊരു വെള്ളിയാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാകുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇനിയും നമുക്ക് സമയമുണ്ട് ഈ വെള്ളിയാഴ്ച ദിനം അവസാനിക്കാൻ. ഇന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതക്രമം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നമുക്ക് ഈ വെള്ളിയാഴ്ചയിലെ ഈ ഇബാദത്തുകളെ കൊണ്ട് മാത്രം ഈ റമളാന് കൊണ്ട് വളരെ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ആദ്യമായിട്ട് പറയട്ടെ, വെള്ളിയാഴ്ച ദിനം എന്ന് പറയുന്നത് അത്രമേൽ പവിത്രത മറ്റുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ വന്നാൽ തന്നെ ഉണ്ട്. അപ്പോൾ റമളാനിൽ വന്നാൽ, റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ വന്നാൽ ഇനിയൊരു വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യവും കൂടെയാകുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ഇത് പരിഗണിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ സ്വതക്ക നൽകി. ഇൻഷാ അള്ളാഹ് വളരെ പവിത്രമേറിയ സമയമാണ്. പറ്റുമെങ്കിൽ ഒരു 50 പേരുടെ, 20 പേരുടെ, 10 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ കഴിയുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് അറിയിക്കുക. ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അവരവർ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, വ്യതകൾ, അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നല്ല നീയത്തോടു കൂടെ നൽകിയവരുണ്ട്. എല്ലാവരുടെയും നീയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ റമളാനിലെ നിർണായകമായ ദിവസങ്ങളിലേക്കാണ് നാം ഒക്കെ പ്രവേശിച്ചിരിക്കുന്നത്. അവസാനത്തെ 10 എന്ന് പറയുന്നത് അത്രമേൽ പവിത്രമേറിയതാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ക്ഷമയോടെ നോമ്പനുഷ്ഠിക്കുകയും തറാവീഹ് നിസ്കരിക്കുകയും മറ്റു ഇബാദത്തുകൾ പൂർത്തിയാക്കുകയും ചെയ്ത വിശ്വാസികൾക്ക് സമ്മാനമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന നരകമോചനം, സ്വർഗപ്രവേശം, ഇതാണ് ഈ അവസാനത്തെ 10 നടക്കുന്നത് അല്ലേ. നമ്മൾ ഇത്രയും ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു, തറാവീഹ് നിസ്കരിച്ചു, വിശപ്പ് അറിഞ്ഞ് തന്നെ നമ്മൾ തഖ്വയോടുകൂടെ കൃത്യമായ ഇബാദത്തുകളൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത വിശ്വാസികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വളരെ സവിശേഷമേറിയ ഒരു അനുഗ്രഹമാണ് നരകമോചനവും സ്വർഗപ്രവേശവും. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വ ആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തത് ഇത്ഖും മിനന്നാറാണ്, നരകമോചനത്തിനുള്ള 10 അതുകൊണ്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തുകളിൽ ശക്തമായി പരിശ്രമിക്കുമായിരുന്നു. നമ്മൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കൂടുകയാണ്. അതായത് നോമ്പ് തുറയൊക്കെ പ്ലാൻ ചെയ്ത് നടക്കാതെ പോയ എത്രയോ നോമ്പ് തുറ ഉണ്ടാവും. അതൊക്കെ വേഗം നടത്തണം. അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം, വസ്ത്രങ്ങൾ എടുക്കണം, പർച്ചേസ് ചെയ്യണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കാണ് നമ്മളൊക്കെ പ്രവേശിക്കുക. അങ്ങനെയൊന്നും ആകരുത്, അതിലേക്കൊന്നും പ്രവേശിക്കരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിലൊന്നും പ്രവേശിക്കരുത്. ഇപ്പോൾ രാത്രി പർച്ചേസ് ചെയ്യാൻ പോകുന്നവരുണ്ടാകും. തറാവീഹ് കഴിഞ്ഞിട്ട് പോയാൽ മതി. രാത്രി 1 മണി 2 മണി വരെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സീസൺ സമയമായതുകൊണ്ട് അപ്പോൾ പോയാലും മതി. നമ്മുടെ പവിത്രമേറിയ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ദഖലൽ അശ്റു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ ശദ്ദ മിഇസറ, അവിടുത്തെ അരമുറുക്കുമായിരുന്നു, വ അഹ്യ ലൈലഹു, രാത്രി ഹയാത്താക്കുമായിരുന്നു, വ ഐഖള അഹ്ലഹു, അവിടുത്തെ കുടുംബത്തിനെ പ്രത്യേകമായിട്ട് വിളിച്ചുണർത്തിയിട്ട് രാത്രി ഹയാത്താക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്താണ് പ്രിയമുള്ളവരെ ഈ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ? മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, കഠിനമായി പ്രയത്നിക്കുക എന്നാണ്. അരയും തലയും മുറുക്കി ഇറങ്ങുക എന്നുള്ളൊരു പ്രയോഗം കേട്ടിട്ടില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളങ്ങനെ പ്രയത്നിക്കുന്നുണ്ടോ?
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കമിളച്ച് ഇബാദത്തുകളിൽ സജീവമാകുമായിരുന്നു, മുഴുകുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ പാപികളായ നാം എത്രയേറെ പരിശ്രമിക്കണം. അവരൊക്കെ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് ഈ സങ്കടപ്പെട്ടിരുന്നത്? അവരൊക്കെ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് ഈ പ്രയാസപ്പെട്ടിരുന്നത്? നമ്മുടെ മുൻഗാമികളൊക്കെ അവർ മരണപ്പെടും എന്നുള്ള പേടി അവർക്കില്ല. അവർക്ക് പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടും എന്നുള്ള പേടി അവർക്കില്ല. അതാണല്ലോ മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രോഗശയ്യയിലായിരിക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. രോഗത്തിലിങ്ങനെ കിടക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക യാ അബാ ഹുറൈറ, എന്തിനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, അമാ അന്നീ ലാ അബ്കി അലാ ദുനിയാക്കും ഹാദിഹി, ഞാൻ ഈ ദുനിയാവിനെ വിട്ടേച്ചു പോകുന്ന ആ സങ്കടം ആലോചിച്ച്, ഞാൻ മരണപ്പെട്ടു പോകുന്ന ആ വിഷയം ആലോചിച്ചിട്ടാണോ ഞാൻ കരയുന്നതെന്ന് നിങ്ങൾ കരുതി പോകുന്നുണ്ടോ? അങ്ങനെ എങ്ങാനും നിങ്ങൾ ധരിച്ചു പോകുന്നുണ്ടോ? വലാക്കിന്നി അബ്കി അലാ ബുഅദി സഫരി വഖില്ലത്തി സാദി, ഞാൻ കരയുന്നത് എനിക്കിനി സഞ്ചരിക്കാനുള്ള ദൂരം വളരെ കുറവാണ്, എൻ്റെ കോള് വളരെ കുറവാണ്, പക്ഷേ എനിക്ക് ധാരാളം കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. എനിക്ക് ആഖിറത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എനിക്കാണെങ്കിലും അത്തരം ഇബാദത്തുകളും അമലുകളും ഒന്നുമില്ല. അത് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ കരയുന്നത് എന്ന് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള പവിത്രമേറിയ ആ രാത്രി, ഈ കടന്നു വരുന്ന നിർണായകമായ രാത്രികളിലാണ്. ലൈലത്തുൽ ഖദ്ർ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ്. മലക്കുകൾ മനുഷ്യരെ സന്ദർശിച്ച് ഹസ്തദാനം ചെയ്ത് മുസാഫഹത്ത് ചെയ്ത് പിരിഞ്ഞു പോകുന്ന രാവാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രാവാണ്. 23-ാം രാവും 25-ാം രാവും 27-ാം രാവും 29-ാം രാവും എല്ലാ രാത്രികളും വളരെ പവിത്രമേറിയ രാത്രികളാണ്. നന്നായിട്ട് പരിശ്രമിക്കണം, നന്നായിട്ട് ഇബാദത്ത് ചെയ്യണം, നന്മ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം, അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ് എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ദുആ ഉണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതാണ് ഇന്നത്തെ ഈ പകലിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ ഇങ്ങനെ ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് വളരെയധികം പവിത്രതയുണ്ട്. അതാണ് അവസാനത്തെ 10-ൽ ചെയ്യേണ്ടതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായോട് പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള വഴികളൊക്കെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുന്നതോടുകൂടെ, നമ്മുടെ വിഷയങ്ങളിൽ ഏർപ്പെടുന്നതോടുകൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മുടെ ചുറ്റിനുമുള്ള അശരണരായ, നിരാലംബരായ, പാവപ്പെട്ട സാധുക്കളായ ആളുകളുണ്ട്. അവരുടെ കണ്ണീരൊപ്പാനും വേണ്ടി നാം തയ്യാറാകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. ആരാണോ ജനങ്ങൾക്ക് നന്നായിട്ട് ഉപകാരം ചെയ്യുന്നത് അവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരാളുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തിനെ പകർന്നു നൽകുക എന്നുള്ളത് അത് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഏറ്റവും ശ്രേഷ്ഠ ഒരാളെ സന്തോഷിപ്പിക്കുക. നമ്മൾ പുതിയ കാലത്ത് അങ്ങനെയല്ല, മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുക, അവൻ്റെ കുറ്റങ്ങൾ പറയുക, അവൻ്റെ
കുറവുകളും കുറ്റങ്ങളും ഗ്രൂപ്പുകളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുക. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഒരുപാട് ആളുകൾ ചെയ്യുന്നത്. അവരവരുടെ കുടുംബം തെറ്റുമ്പോൾ, വിവാഹം കഴിഞ്ഞതോ ലവ് മാരേജോ മറ്റൊക്കെ ആയിട്ടായിരിക്കും, ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതായിരിക്കും. പിന്നീട് അവർ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ അത് എന്തൊക്കെയോ കാരണം കൊണ്ട് തകർന്നു പോകുന്നു, അധികം നീണ്ടു നിൽക്കുന്നില്ല. അത്തരം വിഷയങ്ങളിൽ അവർ പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? ഒരാളുടെ കുറ്റം മറ്റുള്ളവർ പറയുന്നു, മറ്റുള്ളവരുടെ കുറ്റം ഇയാൾ പറയുന്നു. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെയും കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ അവർ സ്വന്തം പറയുന്നതിനൊക്കപ്പുറത്തേക്ക് ലോകരെ മൊത്തം അറിയിക്കുന്നു. എന്തൊരു മ്ലേച്ഛമായ പരിപാടിയാണത്. ഒരാളെ ഹൃദയത്തിലേക്ക് സന്തോഷത്തിന് പകർന്നു നൽകുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ്. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ ഒരാളുടെ വിഷമം നീക്കി കൊടുക്കാൻ സാധിക്കുക. ഔ തഖ്ലി അൻഹു ദൈന, അല്ലെങ്കിൽ ഒരാൾ കടം വീട്ടാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 5000 രൂപ അവനക്ക് കടം കൊടുക്കാണ്ട്, അത് കൊടുക്കാനുള്ള കാരണം കൊണ്ട് അവനക്ക് ടെൻഷനാണ്. നമ്മൾക്ക് കഴിയുമെങ്കിൽ അത് വീട്ടി കൊടുക്കാൻ സാധിക്കുക. ഔ തത്റുദു അൻഹു ജുഅ, വിശന്നിരിക്കുന്ന ഒരാളുടെ പശിയടക്കാനുള്ളത് കൊടുക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അഖില്ലി ഫി ഹാജത്തിൻ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ സ്നേഹിതൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്, ഞാൻ നടക്കുന്നത്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കേറ്റവും ഇഷ്ടമുള്ളത്, എനിക്കേറ്റവും പ്രതിഫലം ലഭിക്കുന്നത് എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ്. നമ്മൾ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി ഇടപെടുന്നതിൻ്റെയും ഒരാളെ സഹായിക്കുന്നതിൻ്റെയും നമ്മുടെ സ്നേഹിതൻ്റെ വിഷമം അറിഞ്ഞ് അവൻ്റെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നതിൻ്റെയും പ്രാധാന്യം ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ പോലെ, അൻ അംഷിയ മഅ അഖില്ലി ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദ്, യാനി മസ്ജിദൽ മദീന ഷഹ്റൻ, ഒരു മാസക്കാലം ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കേറ്റവും പ്രതിഫലാർഹമായത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്കേറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്, ഞാൻ ഒരു മാസം ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും അശരണരായ, നിരാലംബരായ, പാവപ്പെട്ട സാധുക്കളായ ആളുകളുടെ ഒരു നേരത്തെ പശിയടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി അധ്വാനിക്കുന്നതും ഞാൻ അവന് വേണ്ടി പ്രയത്നിക്കുന്നതുമാണ് എൻ്റെ റബ്ബിന് ഏറ്റവും ഇഷ്ടമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരം നന്മകളിലൊക്കെ പങ്കാളികളാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ ഇഅ്തികാഫിനെ സജീവമാക്കുമായിരുന്നു. അവരുടെ കുടുംബത്തെയും ഭാര്യമാരെയും ഒക്കെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഇബാദത്തുകളിൽ സജീവമാകാൻ പറയുമായിരുന്നു. സ്വതക്കകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.